ഗർഭിണിയായ ശേഷമുള്ള ദിയ കൃഷ്ണയുടെ വിശേഷങ്ങൾ അറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. 2 മാസത്തിനുള്ളിൽ കുടുംബത്തിലേക്ക് കുഞ്ഞുവാവ വരുമെന്ന സന്തോഷത്തിലാണ് താരകുടുംബം. ഇതിനിടെ തങ്ങളുടെ ജീവിതം ആഘോഷമാക്കുകയാണ് ദിയയും ഭർത്താവ് അശ്വിനും. ജീവിതത്തിൽ നടക്കുന്ന പുതിയ ഓരോ വിശേഷങ്ങളും അത് ചെറുതാണെങ്കിൽ പോലും വ്ലോഗിലൂടെ കാണിക്കാറുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചെന്നൈയിലേക്ക് പോയ വിശേഷങ്ങളും ഫ്ലാറ്റിലേക്ക് വീട്ടുകാർ വന്നതുമൊക്കെ കാണിച്ചു. ഇപ്പോഴത്തെ ദിയയുടെ കസിൻസിൻ്റെ വീട്ടിൽ പോയതിനെക്കുറിച്ചും അവിടുന്ന് കിടിലനൊരു ചലഞ്ച് നടത്തിയതിനെ പറ്റിയുമാണ് താരങ്ങൾ കാണിച്ചിരിക്കുന്നത്. വീഡിയോയുടെ ക്യാപ്ഷനിലും മറ്റും ചാലഞ്ച് എന്താണെന്ന് കൊടുത്തതോടെ ഗർഭിണിയായ ദിയ ഇത് പരീക്ഷിച്ചു എന്ന ഞെട്ടലിലാണ് ആരാധകരും എത്തിയത്. ആദ്യ മാസങ്ങളിൽ ഗർഭകാലത്തിന് വിഷമതകൾ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ യാതൊരു കുഴപ്പവുമില്ലെന്നാണ് ദിയ പറയുന്നത്. അതുകൊണ്ട് തന്നെ യാത്രകൾ പോകാനും കുഴപ്പമില്ല. അങ്ങനെ ഭർത്താവ് അശ്വിനെയും കൂട്ടി ചുറ്റി നടക്കുകയാണ് താരപുത്രി. ബിസിനസ് ആവശ്യങ്ങൾക്ക് പുറമെ ബന്ധുക്കളുടെ വീട്ടിലേക്കും ഇരുവരും പോകാറുണ്ട്. അങ്ങനെ കസിൻസായ മാഹിൻ്റെയും റിഷാൻ്റെയും വീട്ടിലെത്തിയ താരങ്ങൾ ജോളോ ചിപ്സ് ചലഞ്ചാണ് നടത്തിയത്. തുടക്കത്തിൽ താൻ ഈ പരീക്ഷണത്തിനില്ലെന്നും വയ്യാതിരിക്കുന്നതുകൊണ്ട് ബാക്കിയുള്ളവരാണ് വെല്ലുവിളി ഏറ്റെടുത്തിരിക്കുന്നതെന്നും പറഞ്ഞിരുന്നു. മുമ്പൊരിക്കൽ ദിയ ഇത് പരീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഗർഭിണിയായതുകൊണ്ട് പരീക്ഷണത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. ജോളോ ചിപ്സ് കഴിച്ച അന്ന് തനിക്ക് കുറേ നേരത്തേക്ക് നെഞ്ചുവേദന പോലും വന്നിരുന്നു എന്നാണ് ദിയ പറയുന്നത്. ചലഞ്ച് ഏറ്റെടുക്കാൻ തീരെ താല്പര്യമില്ലായിരുന്നെങ്കിലും ഗർഭിണിയായ ഭാര്യയുടെ താല്പര്യം മുൻനിർത്തിയായിരുന്നു അശ്വിന് അതിന് ശ്രമിച്ചത്. മത്സരം തുടങ്ങുന്നതിൻ്റെ അവസാന നിമിഷത്തിൽ പോലും തനിക്ക് പേടിയാകുന്നെന്നും ഇത് ചെയ്യാൻ താല്പര്യമില്ലെന്നുമൊക്കെ അശ്വിൻ പറഞ്ഞെങ്കിലും ദിയ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. ഒടുവിൽ ധീരമായി പോരാടിയെങ്കിലും ആദ്യമേ പുറത്തായി. ഒട്ടും പിടിച്ചു നിൽക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് താനത് നിർത്തിയതെന്നാണ് അശ്വിൻ പറയുന്നത്. പിന്നീട് എരിവ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായതും ഇതൊക്കെ കണ്ട് ദിയ ചിരിക്കുന്നതുമൊക്കെ വ്ലോഗിൽ വ്യക്തമായി കാണിച്ചിരുന്നു. ഭർത്താവ് വേദന കൊണ്ട് പുളയുമ്പോൾ ഭാര്യ ചിരിക്കുന്നു. ഇത്രയൊക്കെ ചെയ്യിപ്പിച്ചിട്ടും മതിയായില്ലേ എന്നാണ് ദിയയോട് ആരാധകർ ചോദിക്കുന്നത്. സ്വയം വേണ്ടെന്നാണെങ്കിലും പ്രിയപ്പെട്ടവർ പറഞ്ഞാൽ ചത്തും കാണിക്കും. അശ്വിൻ്റെ സ്നേഹം കാണുമ്പോൾ സന്തോഷം തോന്നുന്നുണ്ട്. മെയിൽ ഈഗോ ഇല്ലാത്ത മനുഷ്യൻ. ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടാൻ ആരായാലും കൊതിക്കും എന്നിങ്ങനെ അശ്വിനെ പുകഴ്ത്തിക്കൊണ്ടാണ് കൂടുതൽ പേരും കമൻറ്റുകളായി എത്തിയിരിക്കുന്നത്. എന്തായാലും വെല്ലുവിളിയായി ചെയ്ത കാര്യമാണെങ്കിലും ഇത് മറ്റുള്ളവർ അനുകരിക്കുകയോ ചലഞ്ചായി ഏറ്റെടുക്കുകയോ ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അത്രത്തോളം ബുദ്ധിമുട്ട് തനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടെന്നാണ് അശ്വിൻ പറഞ്ഞത്. ഗർഭിണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തെന്ന് കരുതി ഓസി കിട്ടിയ അവസരം മുതലെടുക്കുകയാണോ എന്നിങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് വരുന്നത്. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലായിരുന്നു ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരാവുന്നത്. പിന്നാലെ ഗർഭിണിയായ ദിയ ജൂലൈയിലായിരിക്കും കുഞ്ഞിന് ജന്മം കൊടുക്കുക.